KPCC മുൻ പ്രസിഡന്റ് കെ സുധാകരൻ എംപിയുടെ ലഹരി വിരുദ്ധ യോഗം തള്ളി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ യോഗം വിളിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. യോഗത്തിൽ ഗുണ്ടകളടക്കം പങ്കെടുത്തത് വിവാദമായ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, ഒരു ഭാഗത്ത് ഈ ഓപ്പറേഷൻ തൂഫാൻ അല്ലെങ്കിൽ തൂഫാന്റെ നാർക്കോ ഫണ്ട് അത് വിജയകരമായി നടത്തുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ ഇങ്ങനൊരു വിവാദം കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? പ്രജന, ഒരു യോഗം കൊച്ചിയിൽ കെ സുധാകരൻ എംപി വിളിച്ചു ചേർത്ത ഒരു യോഗം. ആ യോഗത്തിൽ പങ്കെടുത്തവർ ഈ തൂഫാൻ വാരിയേഴ്സാണ്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട യോഗമാണ് താൻ വിളിച്ചു ചേർത്തതെന്ന് നേരത്തെ കെ സുധാകരൻ എംപി അവകാശപ്പെട്ടിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു തൂഫാൻ വാരിയർ ആണ് കഴിഞ്ഞ ദിവസം മട്ടാഞ്ചേരി ബാറിൽ മദ്യലഹരിയിൽ ബാറിൽ അതിക്രമം നടത്തുകയും ആ ബാറിൽ ഒരു വധശ്രമമടക്കം നടത്തുകയും ചെയ്തത് ഇയാളാണ്. മുഹമ്മദ് മിർസ എന്നാണ് അയാളുടെ പേര്. അതായത് ഷിബു എന്ന് വിളിക്കുന്ന മുഹമ്മദ് റിസ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇയാളുടെ വാർത്തകൾ, ഇതുമായി ബന്ധപ്പെട്ട് ഈ തൂഫാൻ വാരിയർ പിടിയിലായെന്നുള്ള വാർത്തകൾ മാധ്യമങ്ങൾ ഈ മണിക്കൂറുകളിൽ നൽകുന്നുണ്ടായിരുന്നു. ഇതിനാണിപ്പോൾ ആഭ്യന്തരമന്ത്രി ഒരു വിശദീകരണം നൽകുന്നത്. അതായത് ഈ ഓപ്പറേഷൻ തൂഫാൻ യോഗം വിളിക്കാൻ മറ്റാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതായത് കെ സുധാകരൻ വിളിച്ച ഈ യോഗത്തെ പൂർണ്ണമായി തള്ളുകയാണ് ആഭ്യന്തരമന്ത്രി. പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമാണ് തൂഫാന്റെ പേരിൽ യോഗം വിളിക്കേണ്ടതെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കൊച്ചിയിൽ തൂഫാന്റെ പേരിൽ ഒരു യോഗവും വിളിച്ചിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല അറിയിക്കുന്നു. ചില മാധ്യമ വാർത്തകൾ പറയുന്ന യോഗത്തെക്കുറിച്ച് താൻ അറിഞ്ഞിട്ടില്ല. തൂഫാൻ യോഗങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് വിളിച്ചു ചേർക്കുന്നത്. ഇതാര് വിളിച്ചതാണെന്ന് അറിയില്ല, ആരൊക്കെ പങ്കെടുത്തുവെന്നും അറിയില്ല. ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ ഇങ്ങനൊരു യോഗം കൊച്ചിയിൽ വിളിച്ചു ചേർത്തിട്ടില്ല. സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനമായ ഓപ്പറേഷൻ തൂഫാനെ തകർക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കുന്നു എന്നാണ് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. അതായത് കെ സുധാകരൻ എംപി അവകാശപ്പെടുന്നത് പോലെ ഒരു തൂഫാനുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടുമായി ബന്ധപ്പെട്ടൊരു യോഗം വിളിക്കാൻ മറ്റാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ മാത്രം ചുമതലയാണ്. അതിൽ പങ്കെടുത്തവർ ആരൊക്കെയാണെന്നുള്ള പോലും തനിക്കറിയില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.